എൻ്റെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും എന്താണെന്നുള്ളത് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നാച്ചുറലി നമ്മുടെ ലിപ്പിലെ അതായത് ചുണ്ടിലെ കറുത്ത പാട് അതല്ലെങ്കിൽ വരൾച്ച അതായത് ഡ്രൈ ആയിട്ടുള്ള ലിപ്പ് അതൊക്കെ എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നാച്ചുറലായിട്ട് വരുന്ന ലിപ് പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അത് ജനറ്റിക്കിലുള്ളതാണെങ്കിൽ തന്നെ നമുക്കതങ്ങനെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലാതെ ഡാർക്കായിട്ടുള്ള ഈ ലിപ്സ്റ്റിക്സ് ഡാർക്ക് ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്സൊക്കെ ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ള ചുണ്ടിലെ കറുത്ത പാടാണെങ്കിൽ അതല്ലെങ്കിൽ വിൻ്റർ സമയത്തൊക്കെ നമ്മുടെ ലിപ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിപ്പോവും. ഡ്രൈ ആകുമ്പോൾ നമ്മുടെ ചുണ്ടിലെ ലിപ്സിലെ തൊലിയൊക്കെ ഉണങ്ങി അതങ്ങനെ വരുന്ന കുറേ പൊട്ടി അങ്ങനെയൊക്കെ വരുന്ന കുറേ ലിപ്പിലെ കറുത്ത പാട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. എൻ്റെ ലിപ്പിലെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പർ ലിപ്പ് പണ്ട് തുടങ്ങി നന്നായിട്ട് ഡാർക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്പായിരുന്നു. പക്ഷേ അടിയത്തെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡാർക്കായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും ഈ ബ്രൗൺ കളറിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു മെറൂൺ ഷെയ്ഡൊക്കെയുള്ള ഷെയ്ഡൊക്കെയുള്ള ലിപ്സ്റ്റിക്സാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് വന്നിട്ടുള്ള കറുത്ത പാടൊക്കെ ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നൊക്കെയുള്ള ഇങ്ങനെ ഓരോ നമുക്ക് ടെൻഷൻ ആയിക്കോളൂ. ലിപ്പൊക്കെ ഇങ്ങനെ ഒരുപാട് കറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മാറ്റിയെടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ കുറേ നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ ലിപ് കെയറിൻ്റെ 3 സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അത് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പുണ്ട്, അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ആ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ലിപ്പിൽ മാത്രമല്ല എൻ്റെ ഐലാഷസിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് എനിക്ക് ഐലാഷസ് എന്ന് പറയുന്നത് കൺപീലി എനിക്ക് അധികം നീളമുള്ള കൺപീലി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഐലാഷസിന് കൂടി യൂസ് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് എന്താ പറയുക നന്നായിട്ട് എൻ്റെ ഐലാഷസൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇതിൽ പറയാം കേട്ടോ. അപ്പോൾ 3 സ്റ്റെപ്പാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യണത്. ഈസിയാണ്, ഒരുപാട് സമയവും വേണ്ട, ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, ഒരുപാട് ഷെൽഫ് ലൈഫും ഉണ്ട് ഈ ഇൻഗ്രീഡിയൻസൊക്കെ. അതും ഹോം മെയ്ഡാണ്. അങ്ങനെ നമുക്കിത് യൂസ് ചെയ്തിട്ട് വേറെ കുഴപ്പങ്ങൾ വരുത് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ലിപ് കെയർ ചെയ്യാൻ തന്നെ. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നിർത്താനും തോന്നില്ല. അങ്ങനെ നമ്മുടെ ലിപ്പിൽ ഈ നമ്മുടെ ഡാർക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് യൂസ് ചെയ്ത് വന്നിട്ടുള്ള കാരണം കൊണ്ട് ചുണ്ട് കറുക്കുക അതല്ലെങ്കിൽ വിൻ്റർ സമയത്ത് നമ്മുടെ ചുണ്ട് ഉണങ്ങിപ്പോയിട്ട് അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ലിപ് പിഗ്മെൻറ്റേഷൻസ് മാറ്റാനായിട്ട് നമുക്ക് പറ്റുമല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. ലിപ്പിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം റെഡ് ആയിട്ടുള്ള അതായത് ബീറ്റ്റൂട്ട്, പപ്പായ, ക്യാരറ്റ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നന്നായിട്ട് കഴിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ടെങ്കിൽ തന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾ ലിപ്സ്റ്റിക്ക് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ ശ്രമിക്കുക. മസ്റ്റായിട്ടും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നല്ലൊരു SPF ഉള്ള ലിപ് ബാം നോക്കി കണ്ടുപിടിച്ച് നിങ്ങൾ ആ ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തിനാ വെറുതെ ലിപ് ബാം ഇടണേ, ഇതിൽ കുറച്ച് ഗ്ലോസി എഫക്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് മോയ്സ്ചറൈസിങ് ആയിട്ട് വേറെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നന്നായിട്ട് ലിപ് ബാം യൂസ് ചെയ്തിട്ട് മാത്രം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, കൂടുതലും മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതെ നിങ്ങൾ ക്രീമി ടെക്സ്ചറുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൊടിക്ക് വരെ നമുക്ക് ലിപ്പിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഡെയിലി വേറെ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാറ്റിലേക്ക് പോകാതെ കൂടുതലും ക്രീമി ടെക്സ്ചറുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്രീമി അല്ലെങ്കിൽ വെൽവെറ്റ് ടൈപ്പിലുള്ള ലിപ്സ്റ്റിക്സൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പിലുള്ള ലിപ്സ്റ്റിക്സൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഒരു ലിപ് കെയർ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എത്ര സ്റ്റെപ്സ് വേണം, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് കെയർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വീക്ക്ലി 2 അതല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലിപ് സ്ക്രബ് ഞാൻ ചെയ്യും. ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസത്തോളമായി. പക്ഷേ
ഇതുവരെയായിട്ടും ഇതിനൊരു ചീത്തായി പോവോ അല്ലെങ്കിൽ ചീത്തായിട്ടൊന്നുമില്ല. ഇതിലെന്തൊക്കെയാണ് യൂസ് ചെയ്തേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ടൈപ്പുള്ള നമ്മുടെ കാപ്പിപ്പൊടി, കോഫി പൗഡർ, ഇൻസ്റ്റൻ്റ് അല്ല, സ്ക്രബ് ടൈപ്പുള്ള കാപ്പിപ്പൊടി, 1 സ്പൂൺ കാപ്പിപ്പൊടി ആണെങ്കിൽ 1 സ്പൂൺ തന്നെ പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ തേന്, പിന്നെ 1 സ്പൂൺ നല്ല വെളിച്ചെണ്ണ, പിന്നെ 3-4 ഡ്രോപ്സ് നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇത് സ്ക്രബ് ചെയ്യാനായിട്ട് നല്ലതാണ്. നന്നായിട്ട് തന്നെ ലിപ്പിൽ നമുക്ക് ഒരു എക്സ്ഫോളിയേറ്ററായിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു റിസൾട്ടാണ് ഇത് ചെയ്യുമ്പോൾ തന്നെ. വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നമുക്ക് ലിപ്പിന് നന്നായിട്ട് റിസൾട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ പറയുക, ഒരു പാക്ക് പോലെ ഇടും. പക്ഷെ അത് വല്ല മന്ത്ലി വൺസൊക്കെ ഞാൻ ഇടാറുള്ളൂ. പക്ഷെ നന്നായിട്ടൊരു ചേഞ്ച് മന്ത്ലി വൺസ് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇടാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പാലെടുത്തിട്ട് അതിൽ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 30 മിനിറ്റ് നേരം വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഹോം മെയ്ഡായിട്ട് നമുക്ക് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് ഇത് ഹോം മെയ്ഡായിട്ടുള്ള പാക്ക് വേണ്ട, അതല്ലാതെ വെറുതെ വേറെ എന്തെങ്കിലും ക്രീംസാണ് നിങ്ങൾക്ക് വേണം എന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്ലൈക്കോസിക് 6 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓയിൽമെൻറ്റ് നമുക്കൊരു വീക്ക്ലി വൺസ് വെച്ച് ഒരു 15 മിനിറ്റ് നേരം ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു റിസൾട്ട് ഇത് നമുക്ക് കിട്ടും. നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറക്കാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞാൽ ലിപ്സ്റ്റിക്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ നമുക്കിത് കുറക്കാൻ പറ്റും കേട്ടോ. അതായത് വീക്ക്ലി വൺസ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വീക്ക്ലി വൺസ് മാത്രമായിട്ട് ഈ ഒരു ക്രീം ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മളിത് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യുക. ഇത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിന് ശേഷം നല്ലതായിട്ട് നമ്മുടെ ലിപ്പ് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലിപ് ബാം യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത്, എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയതും കൂടുതൽ ലിപ്പ് പിഗ്മെൻറ്റഡ് ആയി പോവാത്തതുമായിട്ടുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണിത്. സെബാമെഡിൻ്റെ ലിപ് ബാമാണ്. ഇതിന് 500 റുപ്പീസാണ്. പക്ഷേ പൈസക്ക് നല്ല വേർത്താണ്. ഇത് SPF 13 ആണ് ഇതിലുള്ളത്. കണ്ടീഷനൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ ലിപ്പിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് പക്ഷേ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം അല്ല കേട്ടോ. പക്ഷേ നല്ല ലിപ് ബാമാണിത്. 500 റുപ്പീസാണ് ഉള്ളത്. സെബാമെഡിൻ്റെ ലിപ് ബാം അടിപൊളിയാണ് പിഗ്മെൻറ്റേഷൻ കുറക്കാനായിട്ട്. അപ്പോൾ സ്ക്രബും കഴിഞ്ഞ് പാക്കും കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ലിപ് ബാം അല്ലെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് കിടക്കുമ്പോൾ ഒന്നെങ്കിൽ ലിപ് ബാം, അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് ലിപ്പിലും എൻ്റെ ഐലാഷസിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല റിസൾട്ടാണ് കിട്ടിയെന്നുള്ളത്. അതാണ് ഇത് കുറച്ച് ഓയിൽസ് മിക്സ് ചെയ്ത് വെച്ചതാണ്. വിറ്റാമിൻ ക്യാപ്സ്യൂൾ, അതായത് 2-3 വിറ്റാമിൻ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ, നല്ല ഒറിജിനലായിട്ടുള്ള വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലും പിന്നെ ഒലിവ് ഓയിലും കാസ്റ്റർ ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലാണിത്. നമ്മളിത് രാത്രി കിടക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് ലിപ്പിൽ കാണാൻ പറ്റും കേട്ടോ. അത് ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് ആഫ്റ്റർ നമുക്ക് എന്തായാലും റിസൾട്ട് നമ്മുടെ ലിപ്പിൽ അറിയും. അതായത് നമ്മുടെ ചുണ്ടിലുള്ള ലിപ്പ് പിഗ്മെൻറ്റേഷൻ കുറക്കാനായിട്ടാണെങ്കിലും ഡ്രൈ ആവാൻ നിൽക്കാനായിട്ടും പൊട്ടുന്നത് നിൽക്കാനായിട്ടൊക്കെ നന്നായിട്ട് നമ്മുടെ ലിപ്പിൽ മോയ്സ്ചറൈസർ അങ്ങനെ ലോക്ക് ചെയ്ത് കിട്ടും ഈ ഒരു ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഇത് തന്നെ നമ്മുടെ ഐലാഷസിൽ ഒരു ഇയർബഡ്സ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഐലാഷസ് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാനും പറ്റും. അപ്പോൾ ഇത് നൈറ്റ് മാത്രം അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ സാധാരണ ഫേസ് വാഷ് ചെയ്ത് പോയാൽ മതി. നന്നായിട്ട് എഫക്റ്റ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അത്രയും ഗ്യാരണ്ടി ഉണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങളോട് പറയാനായിട്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. അത്രയും നമുക്ക് റിസൾട്ട് കിട്ടും. എനിക്ക് ഈ 3 സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യാം കേട്ടോ. ഇനി ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണേണ്ടതെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അത് ചെയ്യാം. അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓർഡിനറി ഗേൾ അഞ്ജു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്താൽ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.